2026 നീറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ESI കോർപ്പറേഷൻ അംഗമായിട്ടുള്ള ഒരു പാരന്റിന്റെ കുട്ടിയാണെങ്കിൽ ഇന്ത്യയിലെ 19 ESI മെഡിക്കൽ കോളേജുകളിലേക്കുള്ള 695 MBBS സീറ്റുകളിലേക്ക് റിസർവേഷൻ ലഭിക്കാനായിട്ട് ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് മെയ് 28 മുൻപായിട്ട് എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. അതിനൊക്കെ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ESI കോർപ്പറേഷൻ വെബ്സൈറ്റിനകത്ത് പോയിട്ട് നമുക്ക് IP വാർഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഡോക്യുമെന്റ്സുകളെല്ലാം തന്നെ നമ്മുടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഒറിജിനൽ ഡോക്യുമെന്റ്സുകൾ തന്നെ നിങ്ങളെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ എക്സാം എഴുതിയിരിക്കുന്ന കാൻഡിഡേറ്റ്സിന്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ESI കോർപ്പറേഷൻ മെമ്പർ ആയിരിക്കണം എന്നുള്ള കമ്പൽസറി ആണ്. 2025 സെപ്റ്റംബർ മാസം വരെ ESI കോർപ്പറേഷൻ അംഗമായിട്ട് അവരുടെ ഫീസുകളെല്ലാം അടച്ചു വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിൽ എലിജിബിൾ ആണ്. എലിജിബിൾ ആയിട്ട് പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം 5 ഡോക്യുമെന്റ്സുകളാണ് ഇവരിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്ന്, പാരന്റ്സിന് 2 പേരുടെയും ഫോട്ടോഗ്രാഫുകൾ അപ്ലോഡ് ചെയ്യുക. രണ്ടാമതായിട്ട് ഏജ് പ്രൂഫ്, അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. മൂന്നാമതായിട്ട് നീറ്റിന്റെ ഹാൾ ടിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നാലാമതായിട്ട് പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ESI കോർപ്പറേഷനുള്ള പാരന്റ്സിന്റെ മക്കള് നോട്ടറി അറ്റസ്റ്റ് ചെയ്ത 2 രൂപയുടെ രജിസ്ട്രേഷൻ പേപ്പറിൽ നോട്ടറി അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെന്റുകളും കൂടി അപ്ലോഡ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ മെയ് 20 മുൻപായി അപ്ലോഡ് ചെയ്താൽ മെയ് 31 മുൻപായി IP വാർഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതൊരു റിസർവേഷൻ ആണ്. ESI IP വാർഡിന് റിസർവേഷൻ. ഈ റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് 19 MBBS ഗവൺമെന്റ് മെഡിക്കൽ സീറ്റുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കും. അപ്പൊ നമുക്ക് കേരളത്തിലെ ESI മെഡിക്കൽ കോളേജുകളുണ്ട്, കൊല്ലം പാരിപ്പള്ളിയിലെ. അതുകൂടാതെ ഇന്ത്യയിൽ തന്നെ 19 ESI മെഡിക്കൽ കോളേജുകളുണ്ട് ടോട്ടൽ. അവിടെ 4.5 വർഷം നമുക്ക് MBBS പഠിക്കാം. അതിനുശേഷം 1 വർഷം ഹൗസ് സർജൻസി ഉണ്ട്. അതിനുശേഷം 1 വർഷം ബോണ്ട് ഉണ്ട്. ഈ ബോണ്ടിന്റെ സമയത്ത് 1 ലക്ഷം രൂപ സാലറി നമുക്ക് ലഭിക്കും. കഴിഞ്ഞ വർഷം 51,000 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്ക് ESI മെഡിക്കൽ കോളേജുകളിൽ MBBS സീറ്റിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി MBBS സീറ്റ് മാത്രമല്ല BDSനും BSc നഴ്സിംഗിനും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഇവിടെ സാധിക്കും. മെയ് 28 മുമ്പായിട്ട് എല്ലാ ഡോക്യുമെന്റ്സുകളും അപ്ലോഡ് ചെയ്ത് മെയ് 31 മുൻപായി IP വാർഡ് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന കൗൺസിലിംഗ് പ്രൊസീജിയറിൽ പങ്കെടുക്കുമ്പോൾ ഈ റിസർവേഷൻ വെച്ച് ESI മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. നമുക്ക് അർഹതപ്പെട്ട സീറ്റ് നമുക്ക് നേടിയെടുക്കുകയും ചെയ്യാം. ഇതുപോലെ ന്യൂ അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ സോഷ്യൽ മീഡിയ ചാനൽസുകളെല്ലാം തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്.